Good morning. Good morning, sir. മുമ്പത്തെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഉം? 8:30 ക്ലാസ് ഉണ്ടായിരുന്നോ? അത് ഏതാണോ ഫസ്റ്റ് അവർ? ഇന്നത്തെ മറുപടി ഇല്ല. ഹലോ, ഫോണല്ലേ? ഇല്ല സർ, ക്ലാസ് ഉണ്ടായില്ല രാവിലെ. ഏതായിരുന്നു ഉള്ളതാണോ? അതോ ഇന്ന് ടൈം ടേബിൾ അനുസരിച്ചില്ല? ഉണ്ടായിരുന്നോ? ടൈം ടേബിളിലുണ്ടോ ഇന്ന് ഫസ്റ്റ് അവർ? ടൈം ടേബിൾ ഉണ്ടായിരുന്നു രാവിലെ. മറ്റേ വിനായക് സാറിന് ലാപ്പിന് എന്തോ പ്രശ്നമാണ്. RAC ആയിരുന്നോ? ഓക്കെ ഓക്കെ. അറിയിച്ചായിരുന്നു. നിങ്ങളുടെ പഠിത്തം എവിടെ വരെ ആയി? ഈ സെമിസ്റ്റർ എവിടെ വരെ ആയി? ഇപ്പൊ പഠിക്കുന്നുണ്ടോ നിങ്ങള് സബ്ജക്ട്? അതേ ഈ ക്ലാസ് കയറി ഇറങ്ങി പോകുന്ന മാത്രമേ ഉള്ളൂ? What about your study? Anyone? Kishore ഉണ്ടോ? ഉണ്ട് സാർ, കുഴപ്പമില്ല. പഠിക്കുന്നുണ്ടോ? അതേ ചുമ്മാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണോ? അല്ല, പഠിക്കുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ സെമിസ്റ്റർ ഒരു വാക്ക് ഓവർ ആയിരുന്നു. എന്നുവെച്ചാൽ ഓഫ്ലൈൻ എക്സാംസ് ഇല്ലായിരുന്നു നിങ്ങൾക്ക്, ഓൺലൈനായിട്ട് ഇന്റേണൽ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതേ സ്ഥിതി ഈ സെമിസ്റ്ററിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങളുടെ. കാരണം കൺവെൻഷണൽ മോഡിൽ എക്സാം കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം ഇപ്പൊ സപ്ലിമെന്ററി എക്സാംസ് എല്ലാം നടക്കുന്നത് ഫുൾ സ്വിംഗ് നടക്കുവാണ്. ഈ സപ്ലിമെന്ററി എക്സാംസിലൊക്കെ ഓൾമോസ്റ്റ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ, കാരണം ഇപ്പൊ സെൻട്രൽ ചേഞ്ചിങ്ങിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്, മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ 100-150 മേലെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫുൾ ഇപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വെനസ്ഡേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സപ്ലിമെന്ററി തേർഡിന്റെ സപ്ലിമെന്ററി എക്സാം ആണ്. അതിന് 250 സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. 140-250. അപ്പൊ ആ രീതിയിൽ അപ്പൊ അത്രയും സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈ സപ്ലിമെന്ററി എക്സാംസിന് പറ്റുമെങ്കിൽ റെഗുലർ എക്സാംസ് നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഡിസംബറിൽ നിങ്ങളുടെ ഈ സെമിസ്റ്റർ എൻഡ് ആകുമ്പോൾ ഡിസംബറിലാണെങ്കിൽ സെമിസ്റ്റർ എക്സാംസ് കാണും. അതുണ്ടാവില്ല കഴിഞ്ഞ സെമിസ്റ്ററിലെ മാതിരിയുള്ള ഇന്റേണൽ കൺവേർഷൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ വലിയൊരു ആപത്ത് വരും നമുക്ക്. കാരണം ലാസ്റ്റ് മൊമെന്റിൽ പെട്ടെന്ന് എക്സാം വന്ന് പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നേരം അതിനുള്ള സമയവും കാണില്ല. അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാത്തവർ ഇനിയെങ്കിലും തുടങ്ങുക. പിന്നെ കുറേ അധികം പേര് ക്ലാസ് മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കാരണം അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എപ്പോഴും. അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വീഡിയോ കാണുക. നിങ്ങളുടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അതായത് ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ചിലരൊക്കെ സബ്മിറ്റ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് പേര്, മെജോറിറ്റി ആളുകളും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ് വർക്ക് ആയാലും ക്വിസസ് ആയാലും അത് നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ക്ലാസ്സിൽ എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ട് നിൽക്കുന്നവര് അത് ചെയ്യുക. കാരണം അറ്റൻഡൻസ് കാര്യങ്ങൾ അതിന്റെ ബേസിലേ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് ക്ലാസ് എന്തെങ്കിലും കാരണവശാൽ മിസ് ചെയ്തിട്ട് അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ ഉള്ളവർ അതിനുള്ള പ്രൊവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, നിങ്ങളുടെ റെപ്രസെന്റേറ്റീവിനോട് കൺവേ ചെയ്തിട്ടുണ്ട്. അതാത് ഡേറ്റിന്റെ ക്ലാസ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ആ ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യുക. ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പല അസൈൻമെന്റ്സും ലോക്ക്ഡ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ക്ലാസ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കാം. അപ്പൊ അന്നത്തെ അറ്റൻഡൻസ്, അതായത് ലേറ്റ് അറ്റൻഡൻസ് ആണെങ്കിലും മാർക്ക് ചെയ്യാം. കാരണം ഓവറോൾ അറ്റൻഡൻസ് 75% എക്സാമിന് മാൻഡേറ്ററി ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്ന രീതി പോരുക. കാരണം കുറച്ച് സ്റ്റുഡൻസ് വളരെയധികം ലോ അറ്റൻഡൻസ് പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ട്. അത്
ഞാൻ നേരത്തെ നമ്മുടെ ഇന്റേണൽ എക്സാം വരെയുള്ള അറ്റൻഡൻസ് ഓൾറെഡി മൂഡിലെ റിപ്പോർട്ട് അതിന്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ നോക്കുക പെർസെൻറ്റേജ് എത്രയുണ്ടെന്ന്. അത് നിങ്ങളുടെ എനിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ മൂഡിൽ എൻ്റെ അകത്ത് അവരവരുടെ പെർസെൻറ്റേജ് കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ അതിൻ്റെ അകത്ത്? ഓക്കെ, അപ്പൊ അത് നോക്കുക. പെർസെൻറ്റേജ് കുറവുള്ളവർ അത് ഇമ്പ്രൂവ് ചെയ്യുക, 75% മെയിൻറ്റെയിൻ ചെയ്യുക. കഴിഞ്ഞ സെമിസ്റ്റർ നമുക്ക് അങ്ങനെ പല ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ക്യൂസുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെമിസ്റ്റർ കുറേയൊക്കെ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്റേണൽ മെയിൻലി പറഞ്ഞു വരുന്നതാണ്, എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവും എന്നുള്ള ഉറപ്പിൽ തന്നെ ഉണ്ടാവും എന്നുള്ള അതിൽ തന്നെ പോവുക. അതുണ്ടാവില്ല കഴിഞ്ഞ സെമിസ്റ്റർ പോലെ എക്സ്റ്റേണൽ ക്യാൻസൽ ചെയ്യും എന്നുള്ള രീതി പോവരുത്. അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അന്നേരം സംഭവിക്കട്ടെ, അത് നമുക്ക് അന്നേരത്തെ രീതിയിൽ നമുക്കത് എടുക്കാം. ഇപ്പോഴേ അത് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പോകരുത്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പ്രോജക്റ്റ് എ ബാച്ചും ബി ബാച്ചും സെപ്പറേറ്റ് എനിക്ക് തോന്നുന്നു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഗ്രൂപ്പ് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. എ ബാച്ചിന് ജോസ് മാത്യു സാറും ബിൽനാഥ് സാറുമാണ് കോർഡിനേറ്റർ, ബിക്ക്. എക്ക് ഞാനും പിന്നെ പ്രേംനാഥ് സാറുമാണ് എൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി 2 ബാച്ചിനും ഞാൻ മനസ്സിലാക്കുന്ന ബി ബാച്ചിനും ഗ്രൂപ്പ് ഫോർമേഷൻ കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2 ബാച്ചിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം പറയുവാണ്. ഞാൻ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സോട്ട് സംസാരിച്ചിട്ടുണ്ട് ബി ബാച്ചിൻ്റെതും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ, അതായത് ഈ പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞ് വരുന്ന വർക്കിംഗ് ഡേ, ആ വീക്കിൽ, അന്ന് ഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നില്ല, ആ വീക്കിൽ നിങ്ങൾ ഒരു അബ്സ്ട്രാക്ട്, നിങ്ങളുടെ ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏരിയ നിങ്ങൾക്ക് പലർക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ആണോ, അല്ല ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണോ, അല്ല വേറെ മെഷീൻ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണോ, എന്താണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് യു ഫോർമുലേറ്റ് എ പ്രോബ്ലം, ഐഡന്റിഫൈ എ പ്രോബ്ലം. നിങ്ങൾക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ഒരു അബ്സ്ട്രാക്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുക. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്, റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹാഫ് പേജ് മതി, ഒത്തിരി കാര്യങ്ങൾ വേണ്ട. ഒരു ടൈറ്റിൽ കൊടുക്കുക, ഒരു പ്രോജക്ട് ടൈറ്റിൽ, അതായത് ടോപ്പിക് നെയിം, ദെൻ റൈറ്റ് ആൻ അബ്സ്ട്രാക്ട് ഫോർ ദാറ്റ്. പിന്നെ അതിന് അബ്സ്ട്രാക്റ്റിനായിട്ടുള്ള റെഫറൻസും കൂടി വെക്കുക. കാരണം നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നതാണ്, ചിലപ്പോൾ ജേണൽ റെഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ റിപ്പോർട്ടോ അങ്ങനെ ഇതിന്റെ ബേസിലായിരിക്കാം. അപ്പൊ അത് എന്താണോ ആ റെഫറൻസും കൂടി അതിന്റെ താഴെ 1-2 റെഫറൻസസ് മാൻഡേറ്ററി ആയിട്ട് മെൻഷൻ ചെയ്യുക. ടൈറ്റിലും ടോപ്പിക്കും മാത്രം എഴുതരുത്. So you prepare, you submit a project problem. അതിന്റെ പ്രോബ്ലം എന്താണ്, പ്രോബ്ലം മീൻസ് ടൈറ്റിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അത് ഫൈനലൈസ്ഡ് അല്ല, നമുക്കത് ചേഞ്ച് ചെയ്യാം. കാരണം ആ ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട അതിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള സെമിസ്റ്ററിലെ ബാക്കിയുള്ള വർക്കായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അതൊരു ഐഡിയ, ഒരു ടൈറ്റിൽ, അത് ചെയ്യാനുള്ള പ്രോജക്റ്റ്. അത് നിങ്ങൾക്കറിയാം 6 മാസത്തെ, അതായത് ഈ സെമിസ്റ്ററിൽ പ്രോജക്റ്റ് പ്രിലിമിനറി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ലിറ്ററേച്ചർ സർവേയും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ഡിസൈൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, മെയിൻലി ലിറ്ററേച്ചർ റിവ്യൂ ആണ്. പിന്നെ അതിന്റെ പ്രോജക്റ്റിന്റെ ഷെഡ്യൂള്, പിന്നെ മെത്തഡോളജി, ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഈ സെമിസ്റ്ററിൽ. അപ്പൊ ഇതിനകത്ത് കാര്യമായിട്ട് വർക്ക് ഈ സെമിസ്റ്റർ ചെയ്യാൻ കാണില്ല. നെക്സ്റ്റ് സെമിസ്റ്ററിൽ നമുക്കൊരു 3 മാസം സമയം കിട്ടുന്നതായിരിക്കും. ജനുവരി തൊട്ട് നമ്മുടെ ഈ സെമിസ്റ്റർ തുടങ്ങുവാണ്, അടുത്ത സെമിസ്റ്ററിൽ ജനുവരി പകുതിക്ക് വെച്ച് തുടങ്ങുവാണെങ്കിൽ മാർച്ച് ഏപ്രിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നോർമൽ ഇതാണെന്നുണ്ട് പറയുവാണ്. നോർമൽ രീതിയിലാണ് കോളേജും അല്ലെങ്കിൽ ഈ പറയുന്ന അക്കാഡമിക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 മാസം 4 മാസത്തെ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പ്ലാൻ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്ട് അബ്സ്ട്രാക്ട് പ്രപ്പോസൽ എന്ന് വേണം പറയാം. പ്രോജക്ട് പ്രപ്പോസൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. പ്രോജക്ട് പ്രപ്പോസൽ വേണ്ട കാര്യങ്ങൾ ഇതാണ്: നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ പേരുകൾ വേണം അതിൻ്റെ അകത്ത്. അതിൽ ഒരാളെ നിങ്ങൾ ടീം ലീഡർ ആയിട്ട് വെക്കുക. ടീം 4 പേര് ഉള്ള ഗ്രൂപ്പ് നിങ്ങൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. 4 പേര് കൊടുക്കുക. അതിന്റെ ആരാണ് ടീം ലീഡർ എന്നുള്ളത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. ദെൻ ദ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, ദെൻ റെഫറൻസസ്. ഇത്രയും കാര്യങ്ങൾ ഒരു പേജ് മതി, ഒരു സൈഡ്, ഒരു പേപ്പറിന്റെ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് പ്രോജക്റ്റ് നിങ്ങൾക്ക് അതാത് ഒരു മൂഡിൽ പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിന്റെ ഒരു ക്ലാസ് റൂം തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ എ ബാച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല ബി ബാച്ചിനും അത് തുടങ്ങാനുള്ളത് പറയാം. അത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഈ പറയുന്നത് ഓക്കെ. അപ്പൊ അതിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം.
അപ്പൊ അത് നെക്സ്റ്റ് വീക്കിൽ, അതിന് ഡെഡ് ലൈൻ പറയുന്നില്ല, പക്ഷെ നെക്സ്റ്റ് വീക്കിൽ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അടുത്ത ഫ്രൈഡേക്കുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നവംബർ ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് that you have to present എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് പ്രസന്റേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. ദാറ്റ് വിൽ ബി ഫസ്റ്റ് വീക്ക്, മേ ബി ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ. അപ്പൊ അതിൽ നിങ്ങളുടെ ഐഡിയ അവിടെ പറയുക. അപ്പൊ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറയും. യു വിൽ ബി അലോട്ടഡ് ഗൈഡ്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഗൈഡിനെ സെലക്ട് ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് പറയാം. ഇത്രയാണ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് നമുക്കിപ്പം കടക്കാം. അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താണ്? CFSലോട്ട് വരാം നമുക്ക്. ഇന്നലെ എന്താണ് അവസാനം പറഞ്ഞു നിർത്തിയത്? അഖിൽ എസ് ഇന്നലെ ഉണ്ടായിരുന്നോ? അഖിൽ എസ് ഇയാളെ 3 തവണ വിളിക്കും. അഖിലസ് ആബ്സെന്റ് ആണ്. ഓക്കെ, ബേസിൽ സാജു. എന്താ ഇന്നലെ പറഞ്ഞെന്താ? അയ്യോന്ന് അല്ല, എന്നാ പറയൂ, എന്താ പറഞ്ഞത്? എന്താ നമ്മളിപ്പോ സംസാരിക്കുന്നത്? ഏത് ടോപ്പിക്കാ നമ്മളിപ്പോ? നമ്മള് ഫാൻ ഓഫ് ഫ്ലോന്റെ വാട്ട് ഈസ് ഫാൻ ഓഫ് ഫ്ലോ? ഫാൻ ഓഫ് ഫ്ലോ എന്താണ്? ഞാൻ രണ്ടോ മൂന്നോ പല തവണ അതിന്റെ ഡെഫിനേഷൻ ഞാനിവിടെ ഓരോ തവണയും ക്ലാസ് ഇപ്പൊ മൂന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ അതിന്റെ സ്റ്റാർട്ട് ചെയ്തത് എന്നും പറഞ്ഞു. എന്താണ് ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്? ആരൊക്കെയുണ്ട്? ഇന്നൊരു ക്വിസ് ആവും അങ്ങനെയാണെങ്കിൽ. ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇല്ല, അയക്കില്ല. പിന്നെ ബിയിലോട്ട് പോവാം. ഗോവിന്ദ് ഉണ്ടോ? ഗോവിന്ദ് എണ്ണ ആരെങ്കിലും ഉണ്ടോ? ഗോവിന്ദ് എന്നാണോ? ഹലോ സാർ. ഉണ്ട്. ഉണ്ടോ? ഓക്കെ, ഗോവിന്ദ്. ഓക്കെ. എന്താ ഫാൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്? സാർ, മറ്റേ കോൺസ്റ്റന്റ് ഏരിയ ഡെപ്തിൽ കൂടെ ഫ്രിക്ഷൻ എഫക്റ്റ് ഉള്ള ഫ്ലോ. Right. That means adiabatic flow through constant area duct with the friction effect. Okay. അപ്പൊ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോയുടെ റിലേഷൻസ്, അതായത് പ്രോപ്പർട്ടി റിലേഷൻസ്, ടെമ്പറേച്ചർ റേഷ്യോ, പ്രഷർ റേഷ്യോ, സ്റ്റാറ്റിക് സ്റ്റാഗ്നേഷൻ റേഷ്യോസ്, പിന്നെ ഡെൻസിറ്റി, വെലോസിറ്റി റേഷ്യോ, ഇതൊക്കെയാണ്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഡിസ്കഷൻ ടുഡേ ഓൾസോ. അതിൽ ഇമ്പൾസ് ഫംഗ്ഷൻ റേഷ്യോവും എൻട്രോപ്പി ചേഞ്ച്, ഫ്രിക്ഷന്റെ കാര്യം പറഞ്ഞു. സോ ഫ്രിക്ഷൻ പ്രോസസ് ദി ചേഞ്ച് ഇൻ എൻട്രോപ്പി, അഡയാബാറ്റിക് പ്രോസസ് ആണ്. സോ ദർ ഈസ് എൻട്രോപ്പി ചേഞ്ച് ഇൻ ദി പ്രോസസ്. അപ്പൊ അത് അക്കൗണ്ട് ചെയ്യുന്നത് അതിന്റെ റിലേഷൻ. ദെൻ ആൾസോ വി വിൽ സ്റ്റാർട്ട് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫാൻ ഓഫ് ഫ്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ ഡക്ട് ലെങ്ത് എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. വാട്ട് ഈസ് ക്രിട്ടിക്കൽ ഡക്ട് ലെങ്ത്? റിച്ചാർഡ് ഉണ്ടോ? റിച്ചാർഡ്? ഇല്ല. ഈ ബിയിലെ പിള്ളേരുടെ പേര് വായ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വിളിച്ചാണ്. അവിട്ട് പോട്ടെ. ഓക്കെ, ജോൺ സാമുവൽ ഉണ്ടോ? ഇവിടെ പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. ഈ പ്രസൻസ് കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ. എന്താണ് ക്രിട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ഡക്റ്റിന്റെ ക്രിട്ടിക്കൽ ലെങ്ത് ഓർ മാക്സിമം ലെങ്ത്, വാട്ട് ഡു യു മീൻ? ഫാൻ ഓഫ് ഫ്ലോ അറ്റൈൻ ചെയ്യാൻ ഒരു ലെങ്ത്, ആ കടന്നു പോകുന്ന ഡക്റ്റിന്റെ ലെങ്ത്. ഏതൊരു ഡക്റ്റിന്റെ ലെങ്ത് കാണത്തില്ലേ? ഫാൻ ഓഫ് ഫ്ലോ ആയാലും ശരി. സാർ, ഈ സോണിക്, അതായത് മാക് നമ്പർ 1 ആവണല്ലോ ഫാൻ ഓഫ് ഫ്ലോയിൽ കൂടെ നടക്കുമ്പോഴേക്കും.
that means length of സാർ the ഈ that സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്ത് മാക് നമ്പർ ഈക്വൽ ടു 1 വരാൻ വേണ്ടി ഒരു 10 കൂടെ correct. That means the length of the duct needed to attain a Mach number of unity at the exit. ഇല്ല നമ്മൾ ഇപ്പോൾ ഫ്രിക്ഷൻ വരുമ്പോൾ if the flow is subsonic, the flow get accelerated, whereas a supersonic flow will decelerate. So in the ആ ഒരു കേസിൽ if you have the sonic condition, sonic at exit sonic condition varanayittu for the given inlet condition, what length of the duct, that is called the critical length of the maximum duct. അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ഡെറിവേഷൻസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ we need to write some equations of Fano flow in differential form. അപ്പോൾ അത് നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് പറയും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. സോ ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഇമ്പൾസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്താ ഇമ്പൾസ് ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് കൂടിയുള്ളേ പറഞ്ഞു. ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഈ എന്താണ് പ്രഷർ ഈ രണ്ട് ടേംസ് വരുന്ന PA, അതായത് ത്രസ്റ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്ന പാരാമീറ്റർ ആണ് ഇതിൻ്റെ അകത്ത്. ദാറ്റ് ഈസ് F. Already we defined it in the previous modules, and that is accounted or used. The formula for that is F is PA into 1 plus gamma S. Actually, so here ഇതാണ് for the impulse function. This is actually F is equal to എന്താണ് PA plus rho AC square എന്ന് പറഞ്ഞ ടേം വരും ഇതിൻ്റെ അകത്ത്. നമ്മൾ ഇതാണ് ആക്ച്വലി ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. ഇതൊക്കെ ആ ഇക്വേഷൻ ഫോർമുലേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്. സോ ദാറ്റ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ യു ക്യാൻ define or write the impulse function as PA into 1 plus gamma m square. So you can define these impulse functions value or at the inlet of the duct as well as at the exit. M1 M2 അതിന്റെ Mach number values ഉണ്ടെന്നുണ്ടെങ്കിൽ you can write the impulse function like this. So from that you can form the impulse function ratio F1 by F2 P1 by P2 into 1 plus gamma M1 square by 1 plus gamma M2 square. ഈ P1 by P2 ഓൾറെഡി നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ദിസ് ഇസ് ദി പ്രഷർ റേഷ്യോ. P1 is inlet pressure and P2 exit pressure of the duct. So that pressure ratio we have derived yesterday. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. After substituting that you will get the impulse function relation between F1 and F2. F1 and F2 എന്ന് പറഞ്ഞാൽ ഡക്റ്റിന്റെ സെക്ഷൻ 1 സെക്ഷൻ 2 impulse function values ആണത്. So that ratio you can define. Now നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡക്റ്റിന്റെ ഒരു ഇൻലെറ്റിലെ കണ്ടീഷൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദ പ്രോബ്ലം യു വിൽ ബി ആസ്ക്ഡ് ടു ഡിഫൈൻ ദി എക്സിറ്റ് കണ്ടീഷൻസ് ഓഫ് ദ ഡക്ട്. അപ്പോൾ എക്സിറ്റ് കണ്ടീഷൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫോർ ദ ഗിവൺ സെറ്റ് ഓഫ് ഇൻലെറ്റ് കണ്ടീഷൻ യു നീഡ് ടു ഡിഫൈൻ എ റെഫറൻസ് കണ്ടീഷൻ. ആ റെഫറൻസ് കണ്ടീഷൻ ആണ് നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്? സോണിക് ഫംഗ്ഷൻ, സോണിക് എടുക്കുന്നത്, സോണിക് വെലോസിറ്റി അല്ലെങ്കിൽ സോണിക് മാക് നമ്പർ M equal to 1 എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ റെഫറൻസ് impulse function ആയിട്ട് നമുക്ക് you can define F by F asterisk. ഇത് ഈ റേഷ്യോ ആണ് നമുക്ക് ഡാറ്റാ ബുക്കിൽ നമുക്ക് ഓരോ മാക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പൾസ് ഫംഗ്ഷൻ റേഷ്യോ നമ്മൾ ഡാറ്റാ ബുക്കിൽ നിന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓർ ഇഫ് യു ഡാറ്റാ ബുക്ക് ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ഡാറ്റാ ബുക്കിൽ ആ ഫസ്റ്റിലെ കുറെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ ഫോം ദിസ് ഫോർമുല ബൈ അപ്ലൈയിങ്. If you assume M1 as M, inlet Mach number value M ആണ്, exit sonic condition ആണെന്നുണ്ടെങ്കിൽ if you substitute that here, so you finally you can get this equation. Equation എങ്ങനെ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. Okay, so that is the impulse function. Now let us determine the entropy change in the Fano flow. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഡയഗ്രാം ആണ്. എന്താണത്? ഫാനോ കർവ് ആണ്. ഈ ഇൻവേർട്ടർ സി ഷേപ്പിൽ കാണുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് ഫാനോ ലൈൻ ഓർ ഫാനോ കർവ്. ആൻഡ് യു ഹാവ് ദിസ് പോയിന്റ് ആറ്റ് ദ മാക്സിമം
ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസ് എച്ച് ഓർ ടി, ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻതാൽപ്പി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ എക്സ് ആക്സിസിൽ നമ്മൾ എൻട്രോപ്പി പ്ലോട്ട് ചെയ്യുന്നു. സോ ദിസ് point is the limiting point of the fan of flow. That means the upper part, again, what is that upper part represents the subsonic flow, when left hand one and the lower part is representing m, greater than one is supersonic, and the direction of flow in both cases is towards the sonic value. So the friction will accelerate. If one ആണ് ഇതിന്റെ ഇൻലെറ്റ് ഡക്റ്റിന്റെ ഇൻലെറ്റിലെങ്കിൽ if the flow occurs, so it will follow the path 1, 2, and the limiting case of this exit is this m equal to 1. That is the sonic point. അല്ല ഈ സൂപ്പർസോണിക് പോയിന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡക്റ്റിന്റെ ഇൻലെറ്റിലെ കണ്ടീഷൻ എങ്കിൽ it will follow the path along this, and finally, and the maximum attainable, the minimum attainable velocity in that case is corresponding to m equal to 1. So this is m equal to 1. ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആണ്. ദെൻ വാട്ട് വി നീഡ് ഈസ് ടു അക്കൗണ്ട് ദി എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ ഫ്ലോ. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 1 സ്റ്റാർട്ട് ചെയ്ത് 2v വരുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ് 2 ആണ്, ഡക്റ്റിന്റെ എക്സിറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എൻട്രോപ്പി ചേഞ്ച് ലൈക്ക് ദിസ്. ദിസ് വിൽ ബി ദി ഡെൽറ്റ എസ്. ഈ എൻട്രോപ്പി ചേഞ്ച് ആണ് നമുക്ക് കാണേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ 1 ഇവിടെ മാർക്ക് 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ കാര്യത്തില് സ്റ്റാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതെന്ന് പറയുന്നത് 1 ഡിനോട്ട് ദി സ്റ്റാറ്റിക്, അതിന്റെ സ്റ്റാറ്റിക് കണ്ടീഷൻസ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ആണ് ഇവിടെ നമ്മൾ ഒരു ഡോട്ടർ ലൈനോട് വരച്ചിരിക്കുന്നത്. എന്താണ് ആക്ച്വലി ദിസ് ഈസ് H0 ഓർ T0, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. H0 കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിനെ T0 ഈക്വൽ ടു കോൺസ്റ്റന്റ് ലൈൻ എന്ന് പറയാം. അപ്പൊ ഈ ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ ഇവിടെ 2 പ്രഷർ ലൈൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്രഷർ ലൈൻ എന്ന് പറയുന്നത് ദിസ് പ്രഷർ ലൈൻ ഈസ് P1 സ്റ്റാറ്റിക് പ്രഷർ. നേരെ വെർട്ടിക്കല് ഈ HO ലൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്, this is your stagnation state O1. Similarly, this is 2, this point is 2. Exit ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ഓഫ് ദി എക്സിറ്റ് 02. അപ്പോൾ 2 പ്രഷർ ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, PO1 ആൻഡ് PO2. Then you have ഈ P ആസ്ട്രിക് എന്ന് പറയുന്നത് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റിലെ സ്റ്റാറ്റിക് പ്രഷർ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ, ഇതാണ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. അതായത് ലിമിറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ സോണിക് പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ റെസിസ്റ്റൻസ് O സ്റ്റാർ എന്നുള്ള ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദി PO സ്റ്റാർ. ഇത്രയും പ്രഷർ ലൈൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 സ്റ്റേറ്റ്സ്, സപ്പോസ് 1 and 2, ഇഫ് യു ടേക്ക് 1 and 2, അത് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച്. അതായത് 1 ഉം 2 ഉം തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്താണോ അത് തന്നെയാണ് O1 ഉം O2 ഉം തമ്മിലുള്ള സ്റ്റാഗ്നേഷൻ, അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച്. ഈ കാര്യം ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ എൻട്രോപ്പി ചേഞ്ച് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ഈസ് സെയിം ആസ് ദ എൻട്രോപ്പി ചേഞ്ച് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അതാണ് ഡയഗ്രത്തിൽ. ഇപ്പൊ ഈ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഐസെൻട്രോപിക് ഫ്ലോയുടെ നോട്ട് ഐസെൻട്രോപിക് ഷോക്കോസിന്റെ കേസിൽ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദ സെയിം വേ യു ക്യാൻ ഡു ഇറ്റ് ഫോർ ഫാൻ ഓഫ് ഫ്ലോ ആൾസോ. അപ്പൊ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഓൾറെഡി നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നതാണിത്. S2 - S1 എന്താണ് എൻട്രോപ്പി ചേഞ്ച് ഈക്വൽ ടു CP(ln T2/T1 - R(ln T2/T1). അപ്പൊ നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം S2 - S1 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി സെയിം ആസ് SO2 - SO1. ഇത് സ്റ്റാറ്റിക് സ്റ്റേറ്റ്സ് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച്, അതിന്റെ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച്, ഈ 2 എൻട്രോപ്പി ചേഞ്ച് സെയിം ആണ്. സോ യു ക്യാൻ നൗ റൈറ്റ് ദിസ് ഇക്വേഷൻ CP(ln), ഇവിടെ T2/T1 പകരം SO2 SO1 ഇടുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ വാല്യൂസ് ഇട്ടാൽ മതി. PO2/PO1 - R(ln PO2/PO1). ഇനി ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, TO കോൺസ്റ്റന്റ് ആണ്. TO കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതെന്തായി, ഇത് 1 ആയി. ln of 1, this term will be 0. So finally what you have is S2 - S1 equal to SO2 - SO1, which is -R(ln PO2/PO1). or ഈ നെഗറ്റീവ് സൈൻ കളയണമെന്നുണ്ടെങ്കിൽ you can write like this, R(ln PO1/PO2). So this is the final equation for calculating the entropy change between 2 states in a fan of flow. Now we can do the same thing.
if you assume that M1 at the inlet, the Mach number value is M, and at the exit, suppose you have sonic condition. So that will give you this relation, S asterisk. S asterisk minus S asterisk in that case, S2 will be, S1 will be, let us say S, and S2 the stagnation, not a critical value of the entropy. So S asterisk minus S, that will be RLN, PO by PO1 PO, PO2 PO asterisk. So this is the equation. Either exam data book reference values in base entropy. Mach number corresponding at S. But that's the reference value. Our reference value use exit conditions. The procedure but we will be using different formula or different table for solving the problem. Okay. So that's entropy change. Now let us discuss or formulate the differential forms of the equations in Fano flow. This diagram, it's a duct, it's a constant area duct, and let us consider two sections here. Let us say this is section 1, and this is section 2, and length of the duct, these two sections in length L mark. And also I have shown the reference section. This is Mach number M1, what is the Mach number? What is the Mach number M2? Section 1, section 2 Mach numbers mentioned. Similarly, we can define a reference section. Reference section means here M equal to 1. The M asterisk method is actually M equal to 1. So this is the reference length. So if this is the reference section, this length of the one section in the reference section L max. L max L1 max L1 max that is with respect to 1. Section 1 section 2 section 2 reference length you can define as L2 max. So if you consider M2 Mach number, you will be getting L2 max, and if you calculate it with respect to M1, you will be getting L1 max. Let us here consider a differential control volume. Differential equations formulate always we need to consider a differential control volume. Our differential control volume is dotted line rectangle. So these rectangles are control surface. And let us define the properties. This control volume is consider equations in region. Okay. So let us now define the properties at the inlet and exit of this control volume. The control volume in the inlet Mach number value M, and the properties pressure, temperature, then density, velocity C. So define the differential control volume in the length dx. So this length is dx, and at the exit you have these properties. Differential change on property P plus dP, temperature T plus dt, Mach number M plus dm, density rho plus d rho, and velocity C plus dc. Term friction. Friction, what you need is you need to calculate shear stress. Wall shear stress tau W. The direction is opposite to flow. So this is the direction shear stress tau W. Wall shear stress. Okay. This is a diagram in the explanation. And let us say the cross-sectional area of the duct is A. Okay. This is a diagram. Okay. Now we will write the equation for this. Equation is words. Now let us, if you write the momentum equation for the flow, will you write the momentum equation? Momentum equation equation and the right hand side and left hand side. If you apply that momentum equation there for that control volume, differential volume, momentum equation equity
ജോയൽ ഉണ്ടോ? ജോയൽ ഉണ്ടോ ക്ലാസ്സില്? ഉള്ളു സാർ. എന്നാ പറയും. മൊമെന്റം ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്ന നമ്മള്? ഫ്ലോയുടെ മൊമെന്റം ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? When you write the momentum equation, anyone? So that net force is equal to net force in the direction of flow equal to change in momentum. No, change in rate of change of momentum, right? So that is what done here. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന കൺട്രോൾ വോളിയം എടുക്കുകയാണെങ്കിൽ you have pressure force at this section P into A. ഇവിടെ P plus dP into A in this direction. Then in addition to that, you have the wall shear force. Shear stress പറഞ്ഞിട്ടുണ്ട്. So frictional force account ചെയ്യണം. So that is what we have done here. It is PA in the opposite direction P plus dP into area minus shear stress into area. Area കാണുന്നത് എങ്ങനെയാ? സർഫസ് ഏരിയ കാണുന്നത് perimeter into distance dx will be equal to m into, this is mass flow rate into C plus dc എന്ന് പറയുന്നത് കൺട്രോൾ വോളിയത്തിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി മൈനസ് the velocity with which it enter minus c. So this is the momentum equation for the flow through that control volume. So you can simplify that. You will get minus dp tau into p by a into dx equal to rho c dc. Here ഈ പെരിമീറ്ററിനെയാണ് ഒരു നൊട്ടേഷൻസ് നിങ്ങൾക്ക് മാറിപ്പോരുത്. ഞാൻ ഇവിടെ സ്മോൾ ലെറ്റർ പി യൂസ് ചെയ്തിരിക്കുന്നത് പ്രഷറാണ്. ആൻഡ് ദ ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ പി ബൈ എ, ഇവിടെ പി ബൈ എ കാണിച്ചാൽ ഈ പി എന്ന് പറയുന്നത് പെരിമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദി ഡക്ട്. So there you can do one simplification, or you can divide the equation by rho c square. So when you divide it, it will become minus dp by rho c square minus tau w by rho c square into p by a dx equal to dc by c. Rho c square is equation divided here, so you will get this equation. ഒളിച്ചിരിക്കുന്ന മേലോട്ട് Now area, if duct in the diameter അറിയാമെന്നുണ്ടെങ്കിൽ you can calculate the cross sectional area as pi by 4 d square. Perimeter എങ്ങനെയാണ്? Pi d. So that p by a you can write as 4 by d. Now let us ഈ രണ്ട് പാരാമീറ്റേഴ്സ് ഓൾറെഡി നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? സ്കിൻ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്, ഡാർസിസ് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. So this skin friction coefficient is F is tau by half rho c square. ഈ റിലേഷൻ ഓൾറെഡി നിങ്ങളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ടെക്സ്റ്റ് നോക്കുക, അതിൽ കാണാൻ പറ്റും. Then this coefficient of friction related to Darcy's friction factor. Darcy's friction factor is 4 times the friction coefficient. So this ഈ റിലേഷൻസ് ഒക്കെ നമുക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ ആണ് തരുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എഫ്. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ആയിരിക്കും ഇക്വേഷനിൽ വേണ്ടത്. സോ ദാറ്റ് റിലേഷൻ യു നീഡ് ടു നോ. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഫാക്ടറും ഫ്രിക്ഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ഫാക്ടർ 4 times the skin friction coefficient. Okay. So you do the substitution for ആ ടൈമിൽ നമ്മളൊരു പ്രീവിയസ് ഇക്വേഷനിലെ ഒരു ടൗ ബൈ റോ സി സ്ക്വയർ എന്നുണ്ട്. So you can substitute that or replace that with this friction coefficient of rho c square. So that you can do it here. So it becomes f by 2 4 by d dx. Or you can dp by rho, c square ഉണ്ട്.
So finally you will get dp by minus dp by rho c square half for ഇതൊന്ന് അറേഞ്ച് ചെയ്തൊക്കെയാണ് 1/2 into 4f by d dx equal to dc by c. ഈ ഇക്വേഷൻ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കുകയാണ്. dp by c square ആയിരിക്കണം. Okay. Now this rho c square you can replace with gamma p into m square. അങ്ങനെ rho c square rho എന്ന് പറയുന്നത് എന്താണ്? p by rt into c is you can write as അങ്ങനെ എഴുതാം. c square എന്ന് പറയുന്നത് അങ്ങനെ എഴുതാം. c square എന്ന് പറയുന്നത് m square into a square. ഈ a square നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് ഗാമ rt. നമ്മായിട്ട് ചെയ്യുമ്പോൾ ഈ rt ക്യാൻസൽ ചെയ്ത് പോകും. What remains here is gamma p m square. So minus dp by gamma p m square minus 1/2 4f by d dx equal to dc by c. Now you can gamma p m square is in the denominator in the matam. We can multiply throughout that equation with that term, and you will get minus dp by p gamma by 2 gamma m square by 2 into 4f by d dx equal to gamma m dc by c. Gamma m square dc by c. Okay. You divide throughout by gamma m square. Gamma m square which multiply here throughout the equation. Equation gamma m square to multiply you will get the okay. The equation ആണ് ഇവിടെ ഇനി ഒരു കാര്യമുണ്ട് ഇവിടെ gamma m square dc by c എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ dc by c ഇനെ നമ്മൾ you can write it as dc square by c square. അത് ചേഞ്ച് മാത്രം ഇവിടെ വരുത്തിയിട്ടുള്ളൂ. അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വരും dc by c you can write as dc by c എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? dc square എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? d of c square എന്ന് പറയുന്നത് will be d of c square is 2c dc അല്ലേ? ഡിഫറൻഷ്യൽ ഓഫ് c square എന്ന് പറഞ്ഞാൽ 2c dc ആണ്. അപ്പോൾ അത് ഇവിടെ നമുക്കുള്ള dc by c ആണ്. ആ dc by c അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ what you need is you can write this as dc square by c square ഒരു 2 കൂടി വരും. ഇവിടെ ഒരു 2 എക്സ്ട്രാ വരും. ആ 2 കളയാനായിട്ട് ഇവിടെ 2 കൂടി ഇടാം. So you can write this as dc square by c square. അതാണ് ഈ ഇക്വേഷൻ ഇവിടെ ചെയ്തേക്കുന്നത്. ആ ഒരു 2 വരുന്നതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഗാമ m square നേരത്തെ ഗാമ m square മാത്രമേ ഉണ്ടായുള്ളൂ. ഗാമ m square by 2 into dc square by c square. ഇത് ഈ ഇക്വേഷൻ now you can the terms എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് എഴുതിയിരിക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് dp by p already you have here minus dp by p minus gamma m square by 2 4f by d dx equal to gamma m square by 2 dc square by c square എന്നാണ്. That you can all the terms you can write on the left hand side. അപ്പോൾ നെഗറ്റീവ് സൈനം കളയാം. അപ്പോൾ dp by p gamma m square by 2 into dc square by c square into gamma m square by 2 into 4f by d dx equal to 0. Okay. Now a few more steps I can explain it today. So m equal to c by a ആണ് Mach number define ചെയ്യുന്നത്. That you can from that you can write m square equal to c square by a square, which is also equal to c square by a എന്ന് പറയുന്നത് a is root gamma rt. So it is c square by gamma rt. Now you take logarithm on both sides. So it becomes log m square. Log m square equal to then log എടുക്കുമ്പോൾ log c square minus log gamma minus log r minus log t. Then you differentiate that equation. What do you get? Log x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? log x d by dx ചെയ്യുമ്പോൾ what you get is എന്താണ്? log x ന്റെ ഡിഫറൻസ് എന്താണ്? 1/x. 1/x ആണ്. അത് അവിടെ ചെയ്തേക്കുന്നത്. log m square is dm square by m. Then log c square is dc square by c square. ഇത് രണ്ടും കോൺസ്റ്റന്റ്സ് ആണ്. log ഗാമയും log ആറും കോൺസ്റ്റന്റ്സ് ആണ്. ഡിഫറൻസ് ചെയ്യുന്നത് 0 ആവും. Then this will be dp by t. Okay, so you have one equation here. Now another equation you can form from adiabatic energy equation. The differential equation ഏതാണ്? dh plus c dc equal to 0. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻസ് ആണ്. dh plus c dc. dh you can write as cp into dt plus c dc equal to 0. Then cp, how you can write? cp is cp equal to gamma r by gamma minus 1. So that substitution made here.
into dt c into dc equal to 0. Then what we can do is here is gamma r ne ullu. I can put a t here. കാരണം നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ വേണം, കാരണം ഡി ടി എന്നുള്ള ടേം ഉണ്ട്, ഡി ടി ബൈ ടി എന്ന് വരണം. സോ ഐ ക്യാൻ പുട്ട് എ ടി ഹിയർ ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഇത് അതിന്റെ എഫക്ട് പോയി, എഫക്ട് ക്യാൻസൽ, അത് ടി ടി ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഗാമ ആർ ടി യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് എ സ്ക്വയർ എന്ന് എഴുതാം. സോ ഗാമ ആർ ടി ഈസ് എ സ്ക്വയർ. സോ എ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ഡി ടി ബൈ ടി ഈക്വൽ ടു ഡി സി. This is another equation. Okay. Now ഈ എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? How we can write this a square? Mach number definition m equal to c by a. So that a will be c by m. അതവിടെ ചെയ്തേക്കുന്നത് a square വരെ c square by m square into gamma minus 1 dt by t plus c dc equal to 0. Or what you have done here is ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇത് വെച്ച് അങ്ങനെ dt by t മാത്രം ഇവിടെ നടത്തിയിട്ട് ബാക്കി ടേംസിനൊക്കെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ മറ്റു ടേംസിലോട്ട് മാറ്റി. സോ ഡി ടി ബൈ ടി പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു സി ഇൻറ്റു ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അവിടെ സി ഇൻറ്റു ഡി സി ഉണ്ട്, ഈ സി സ്ക്വയർ ഇവിടെ വരും. ഓക്കെ, സോ ഡി ടി ബൈ ടി പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം സ്ക്വയർ ഇൻറ്റു ഇനി ഇവിടെ ഡി സി ബൈ സി സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ താഴെ എന്താണോ അത് തന്നെ അതിന്റെ തന്നെ ഡി എക്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ള രീതി പറഞ്ഞു, അതുകൊണ്ടാണ് വാരിയബിൾ സി സ്ക്വയർ ആക്കേണ്ടത് വേണ്ടി. അപ്പോൾ ഡി സി സ്ക്വയർ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഒരു സി കൂടി ഇവിടെ ഇടാം. ഇവിടെ നോക്കുക, ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ എഴുതി. അത് സി ഡി സി ഉണ്ട് ഇവിടെ ഓൾറെഡി അല്ലേ. ഈ സി ഡി സി അങ്ങനെ എഴുതാം, 2c ഇൻറ്റു ഡി സി ആണെങ്കിൽ 2c ഡി സി ഈക്വൽ ടു ഡി സി സ്ക്വയർ. ഇവിടെ സി ഡി സി ഉണ്ട്, ഒരു 2d ഇവിടെ ഇടുക, ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ 2 ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ ഗാമ മൈനസ് 1 ബൈ 2 2 ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിലൂടെ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. ഡി എം സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ സ്ലൈഡിലൂടെ ഡ്രൈവ് ചെയ്ത ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷൻ 1. Then another equation you have from here, you get another second equation. So that you can substitute here. ഇവിടെ ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്, ഡി ടി ബൈ ഡി ടി ഉണ്ട്. അപ്പോൾ ഈ ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ് ഒന്ന് നിങ്ങൾക്ക് എഴുതാം. സോ ഡി ടി ബൈ ടി യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു മൈനസ് ഗാമ മൈനസ് 1 ബൈ 2 ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ. അത് ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നുണ്ട്. അതാണ് ഡി എം സ്ക്വയർ ബൈ എം സ്ക്വയർ ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ഡി ടി ബൈ ടി. So this dt by t you can substitute this. Substitute ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത് എടുക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ടേമിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേമിലും ഡി സി സ്ക്വയർ ഉണ്ട്. That is common, you can take outside. So what you finally get is dm square by m square is equal to 1 plus gamma minus 1 by 2 into m square into dc square by c square. Okay, ഇത്രയും ഇവിടെ ചെന്ന് നിർത്തുവാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഫൈനലി വാട്ട് our objective is to find the equation for critical length of the tech. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബാക്കിയുള്ള ഇതിന്റെ പാർട്ട്. Today I am stopping it here. Okay, if you have any doubt you can ask. Okay, if you don't have any doubt, then thank you very much. നമ്മുടെ ക്ലാസ് വർക്കിന്റെ ലിങ്ക് വന്ന് കാണും. ഇന്ന് ക്വിസ് ഇന്നത്തെ ദിവസത്തേക്ക് ഇല്ല. So you submit the class work. സാർ ഈ PDF ഇട്ടിട്ടില്ലല്ലോ. PDF ഇടാം. PDF എന്തിനാണ്? നിങ്ങള് PDF കോപ്പി അടിക്കാനല്ലല്ലോ പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിലിരിക്കുമല്ലോ നിങ്ങള്. ഞാനീ പറയുന്നത് ഇക്വേഷന്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട് സാർ. അത് നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ എന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ കുത്തി കുറിക്കുന്ന കാര്യങ്ങൾ അത് ഏത് ഫോമിലായാലും അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ ദിവസവും ആ PPT മുഴുവനും കോപ്പി ചെയ്ത് വെക്കാൻ അതിന് ഒത്തിരി സമയം വേണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നില്ല. ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ എഴുതി വെക്കുന്ന കാര്യങ്ങൾ.
PPT ഞാൻ ഇടാം കേട്ടോ. PPT അത് PDF കൺവേർട്ട് ചെയ്ത് ഞാൻ മറന്നുപോയി. ഈ ലാസ്റ്റ് ഡെറിവേഷൻ ഉള്ളതാണോ? അതായത് ഡിറൈവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടോ? അതിൽ ആ ക്രിട്ടിക്കൽ ലെങ്ത്തിന്റെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്. ഒരു ഡെക്ട് ലെങ്ത്തിന്റെ ഒരു ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ നിന്ന് നോക്കിയുള്ളൂ. ഞാനത് അതൊഴിച്ച് ബാക്കി എല്ലാ ഇക്വേഷൻസും ഓൾറെഡി പറഞ്ഞു. അത് വരാം. ക്രിട്ടിക്കൽ ഡെക്ട് ലെങ്ത്തിന്റെ ഇക്വേഷനും എഴുതാം, ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഇക്വേഷൻ, ഒരു DM² എന്നുള്ള ഒരു ഇക്വേഷൻ വരും. അതിന്റെ ഇന്റഗ്രേഷൻ വഴിയാണ് ആ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അതിന്റെ ഫൈനൽ ഫോം ആണ് ഡാറ്റാ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ KT-യുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് ഗുസാറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊരു ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വരുമെന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കട്ടെ. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് അതുകൂടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നാളത്തെ ഒരു ദിവസം കൊണ്ട് വിൽ വൈൻഡ് അപ്പ് ദി തിയറി പാർട്ട് ഓഫ് ദ മൊഡ്യൂൾ ഓഫ് ദിസ് മൊഡ്യൂൾ. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. അടുത്ത ആഴ്ച കൊണ്ട് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക്. ഓക്കെ. So thank you very much again.